ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ CPM-ലെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് എന്തൊക്കെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പുതിയതായിട്ട് വന്ന വെഹിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്നതിൽ ആദ്യം ഈ ഒരു വണ്ടിയാണുള്ളത്. ഈ ഒരു വണ്ടി 2500 കോയിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിക്കറിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരു ഭംഗിയുള്ള വണ്ടിയാണ്. എന്നാലും ആ ലോഗോയൊക്കെ അവർ കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കുറച്ച് പിക്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇതിനുവേണ്ടി അത്ര അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ അവിടെ രണ്ടാമത്തെ വണ്ടിയാണ് ഗൈസ് M2. വില നിങ്ങൾ കണ്ടോ ഗൈസ്, 690 രൂപയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. കാരണം M2 സാധാരണ 18 ലക്ഷം രൂപയ്ക്ക് വരുന്നാണ് പറഞ്ഞത് വണ്ടി. ലാസ്റ്റ് വന്നപ്പം 690 രൂപ. എന്തായാലും ഈ സാധനം നമുക്ക് എടുക്കണം, നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഫോർച്യൂണർ കാണാൻ പറ്റില്ല. കാരണം ഫോർച്യൂണർ എവിടെയാണുള്ളത്? ഇതിന് ഈ ബിഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്താൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ഇതുണ്ട് ഇങ്ങനെ ഇത് നമ്മൾ കറക്റ്റ് തീർക്കണം. ഇത് എത്രയാണ് ഉണ്ടെന്ന് ഈ ഒരു സംഭവം എത്തി. ഇനി ഇതെല്ലാം ഒന്ന് ആക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇവരുടെ എത്തിയില്ല. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ 2800 എത്ര സ്ഥാനത്താണ്. ഇൻഫർമേഷൻ ഇതിനകത്ത് റിവാർഡ്സിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് ക്ലെയിം ആക്കാൻ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രീമിയം ആണ് മുകളിലാണ്. ഇതിൻ്റെ അകത്ത് കുറെ കോയിൻസ് ആണ്. അതിൻ്റെ അടി വരുന്ന നല്ല ക്യാഷ് ആണ് കേട്ടോ. അതത്ര ക്യാഷ് ഒന്നുമില്ല, കുറച്ച് 50 കോയിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല നല്ല ഐറ്റംസ് വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് 40ാമത്തെ ലെവലിലാണ് നമ്മുടെ ഫോർച്യൂണർ ഉള്ളത്. ഈ ഒരു ഫോർച്യൂണർ സാധാരണയാണ് വരുന്നത്. X60 ഇതിലാണ് വരുന്നത്. ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റില്ല ഗൈസ്. ആൻഡ് ഇത് കണ്ടോ നിങ്ങൾക്ക്, ഇതിൻ്റെ അത് ബാക്കി നമുക്ക് കോയിൻ വരാനുള്ള ഒരു അവസരം തന്നെയാണ് ഗൈസ്. ഇത് ഞാൻ ബീറ്റാ വേർഷൻ ഡൗൺലോഡ് ചെയ്താണ്. ഇതുവരെ ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടില്ല. ആൻഡ് ഇനിയിപ്പോൾ ഏത് വണ്ടി എടുക്കണം? നമ്മൾ M5 തന്നെ എടുക്കാം. ആൻഡ് നമ്മുടെ ഒരു മാപ്പ് എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ജസ്റ്റ് ബിഗ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് ഒന്നും പറയേണ്ടത്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു മാപ്പ് എഡിറ്റിംഗ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനൊന്ന് കുറച്ചൊന്ന് എഡിറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ആ ഒരു ഏരിയയാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. ഞാൻ എഡിറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പം മാപ്പ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് നോക്കണമെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. നോർമൽ വീടാണ്. ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ, അപ്പോൾ ഇത് ഞാൻ മാറ്റി കാണിച്ചു തരാം ഗൈസ്. ഞാൻ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഞാൻ അത് മാറ്റിയിട്ട് ഞാനത് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് കാണുന്നില്ലെങ്കിൽ സേവ് ചെയ്യണം. അത് വേറെ കാര്യം. നിങ്ങൾ സേവ് ചെയ്തിട്ട് ഇത് കാണുന്നില്ലെങ്കിൽ ഫോൺ എടുത്ത് കഴിയുമ്പോൾ CPM എഡിറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. പുതിയതായിട്ട് കുറേ വന്നിട്ടുണ്ട്. അതിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സാധാരണ ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. സംഭവം സെറ്റ്. നിങ്ങളൊന്ന് ബാക്ക് ആക്കി ഓക്കെ. സംഭവം വന്നിരിക്കുകയാണ്. ഞാൻ അറക്കൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ബാക്ക്. ഓക്കെ, ഇത് ഞാൻ ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതാണ് നമ്മൾ അറക്കൽ ഹൗസ്. നമുക്ക് കുറേ കാണാം. ഇവിടെ ഞാൻ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കയറുമ്പോൾ തന്നെ രണ്ട് പന കാണാം. നമ്മുടെ വീടിൻ്റെ പേര് കാണാം. ഇവിടെയും ഒരു ചെറിയ ചെടി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഗൈസ് നമ്മുടെ കൊട്ടാരത്തിലേക്കുള്ള വഴി. ഇവിടെ ഞാൻ വലിയ മരം വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതുപോലെ വെഹിക്കിൾസ് സ്പോൺ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് നല്ല നല്ല വെഹിക്കിൾസ് സ്പോൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇതൊക്കെയാണ് ഞാൻ എഡിറ്റിംഗ് വരുത്തിയിട്ടുള്ളത്. ഈ ഒരു പോർഷനൊക്കെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അവിടെ എല്ലാം ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ കുറേ തെങ്ങും കവുങ്ങും വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ കാണിച്ചിരുന്നു. കണ്ടോ ഗൈസ്? അയ്യോ, സ്മോക്ക് ഒന്ന് കളർത്ത്. കണ്ടോ ഗൈസ്? ഇവിടെ ഫുള്ള് തെങ്ങൊക്കെ വെച്ചാൽ വൈബാക്കിയിട്ടുണ്ട്.
ആൻഡ് ഈ ഒരു മരം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയൊരു മരമാണ് ഈ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ മരം കൂടെ വെച്ച് തന്നെ ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ ഉണ്ടോ ഇടയ്ക്ക് കൂടെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മാപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ടാസ്ക് ഒക്കെ നേരത്തെ ഉള്ളതാണ്. ഇതുപോലെ ഈ ലോജിസ്റ്റിക്, ട്രാൻസ്പോർട്ട്, ടാക്സി, ഡ്രാഗൺ അതൊക്കെ പണ്ടുള്ളതാണെങ്കിൽ ഈ ഒരു വേൾഡ് സൈഡിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടുള്ള ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ വേൾഡ് സൈഡിലൊക്കെ ഇടുന്നതായിരിക്കും. എൻ്റെ ഇതാണ് ഗൈസ്. ഇവിടെ ട്രാൻസ്ഫോമേഴ്സ് പ്ലെയിനൊക്കെ സ്ഥാപിക്കാൻ കേട്ടോ. അതൊക്കെ നല്ല കിടിലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം എന്നാണ് പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്ക് വെഹിക്കിൾസ് എന്നാൽ ചെറിയ വെഹിക്കിൾസ് ഒന്നുമില്ല. JCB വരെ ഉണ്ട്. നമുക്കിവിടെ വേണേൽ ഇനിയും വെഹിക്കിൾസ് ഒക്കെ ഫോൺ ചെയ്യാൻ ഞാൻ നമുക്കൊരു വലിയ കുളം ഇവിടെ വേണം കേട്ടോ. ഇതൊരു പ്രൈവറ്റ് യാറ്റൊക്കെ ആയിട്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കുറിച്ചാണ്. കാരണം പുതിയ അപ്ഡേറ്റിൽ എല്ലാവരും പറയുന്ന പോലെ ഇതുണ്ട്. ഇത് സ്പോൺ പോയിന്റ് ആണ്. ഈ സ്പോൺ പോയിന്റ് ഇവിടെ കൊടുത്തിട്ട് എന്താണ് ഞാൻ സ്പോൺ പോയിന്റ് വരാത്തത്? ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മൾ ഇത് ടോട്ടൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്ത് ഡ്രോൺ എടുത്ത് കാണിച്ചു തരാം. അയ്യോ ഡ്രോൺ കുടുങ്ങി വെറുതെ അല്ല ഡ്രോൺ കുടുങ്ങി. ഓക്കെ സെറ്റ്. അയ്യോ ഇതെന്താണ് ഇത്? ഞാനെവിടേക്ക് എത്തി? ഓക്കെ, ഇതാണ് നമ്മൾ നിൽക്കുന്നു. ഇതാണ് എൻ്റെ വഴി. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നല്ല കിട്ടിലായിട്ടുണ്ടല്ലേ. ഈ ഒരു മരം ഇവിടുന്ന് കളഞ്ഞേക്കാം. ഈ മരം നോക്കുന്നു. ഇതാണ് നമ്മുടെ അറക്കൽ ഹൗസിൻ്റെ ഒരു വൈബ്. അന്ന് വേറെ തന്നെയാണ്. എൻ്റെ ഇവിടെ വേറൊരു വണ്ടി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമാക്കാൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്ന കാര്യങ്ങൾ. ഇതുപോലെ കിടിലായിട്ട് നിങ്ങളുടെ ഹൗസ് എഡിറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ചെയ്ത് XP കൂട്ടിയിട്ട് ഫോർച്യൂണർ എടുക്കാം. അപ്പം ഈ ഒരു ബീറ്റ വേർഷൻ ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബീറ്റ വേർഷൻ കഴിഞ്ഞ് എൻ്റെ യൂട്യൂബ് YT സ്റ്റുഡിയോ പോയി. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്യാൻ പോയപ്പോഴായിരുന്നു ബീറ്റ വേർഷൻ അൺലോക്കായി കിടക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പോയി എടുത്തു ബീറ്റ വേർഷൻ. അങ്ങനെയാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്തത്. പോയി തന്നെ എനിക്ക് ഒരു 10-20 വണ്ടിയൊക്കെ കൂടി ഇങ്ങനെ വെച്ച് നല്ല വൈബായിട്ടില്ലേ. പിന്നെയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായാലും ഈ മരമൊക്കെ എടുത്തുകൊണ്ട് കളയട്ടെ. വിലയൊക്കെ എടുത്തുകൂടെയൊക്കെ നേരെ ബൈ.